ഹലോ ഫ്രണ്ട്സ്, ലോ അവയർനെസ് സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപക്ഷെ വിവരാവകാശ നിയമത്തെ പറ്റി അറിയാത്തവരായി ആരും തന്നെ കാണില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിവരാവകാശ നിയമം ഒന്ന് പ്രയോഗിച്ചു നോക്കാത്തവരായും ആരും തന്നെ കാണില്ല. പലപ്പോഴും പലരും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരായുധമായി വിവരാവകാശ നിയമം ഉപയോഗിച്ചു വരുന്നത് നാം കണ്ടിട്ടുള്ളതാണല്ലോ. അതല്ലെങ്കിൽ വിവിധതരം ആവശ്യങ്ങൾക്കായി വിവരാവകാശ നിയമം ഉപയോഗിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്താണ് വിവരാവകാശ നിയമം എന്ന് ഇനിയും മനസ്സിലാക്കാത്തവർക്കായി മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ട് നിങ്ങൾക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചല്ല ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സഹകരണ ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുമോ എന്നതിനെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം, സഹകരണ ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുന്ന ഒന്നല്ല. അപ്പോൾ സഹകരണ ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ? ഇങ്ങനെ അറിയാൻ സാധിക്കുമെങ്കിൽ ആർക്കൊക്കെയാണ് സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സഹകരണ ബാങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് വിവരാവകാശ നിയമം വഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്, ആർക്കൊക്കെ സാധിക്കും? സഹകരണ ബാങ്കുകൾ വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുമോ എന്നത് പലരും പല പ്രാവശ്യം ചോദിച്ച സംശയമാണ്. ഒരു സഹകരണ ബാങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും സഹകാരികൾ പോലും പലപ്പോഴും അറിയാറില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുവാൻ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്താലോ സഹകരണ ബാങ്കുകൾ വിവരാവകാശ നിയമം വകുപ്പ് 2H പ്രകാരമുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ള സ്ഥിരം മറുപടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ ശ്രമിച്ചാൽ ഒരു ബാങ്കിനെ കുറിച്ചുള്ള, ഒരു സഹകരണ ബാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വിവരാവകാശ നിയമം ഉപയോഗിച്ച് തന്നെ സഹകരണ ബാങ്കിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു അപേക്ഷ കൊടുക്കേണ്ടത് സഹകരണ ബാങ്കിലല്ല. അതുപോലെ തന്നെ പൊതുജനത്തിന് എല്ലാവർക്കും ഈ സേവനം ലഭ്യമല്ല. ഇത്തരത്തിൽ അപേക്ഷ കൊടുത്താൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മറുപടി ലഭിക്കില്ല. പിന്നെ ആർക്കാണ് ലഭിക്കുക? സഹകരണ ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള, അതായത് സഹകാരികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുക. സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങളും സഹകാരികളും തമ്മിൽ ഒരു ഒളിമറയുടെ ആവശ്യമില്ല. ബഹുഭൂരിപക്ഷം സഹകരണ ബാങ്കുകളും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ചുരുക്കം ചില ബാങ്കുകളുടെ പ്രകടനമാണ് മോശമായി വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ബാങ്കുകളെ കുറിച്ച് അറിയുവാനായിരിക്കും മിക്ക ആൾക്കാർക്കും താല്പര്യം. അപ്പോൾ ഇത്തരത്തിൽ വിവരം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് സഹകരണ രജിസ്ട്രാർക്കോ ജോയിന്റ് രജിസ്ട്രാർക്കോ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ തനിക്ക് മേൽനോട്ട അധികാരവും ഭരണപരമായ നിയന്ത്രണവുമുള്ള ഒരു സഹകരണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് 30 ദിവസത്തിനുള്ളിൽ അപേക്ഷകന് മറുപടി കൊടുക്കാനുള്ള ബാധ്യത ഇത്തരത്തിൽ രജിസ്ട്രാർക്കുണ്ട്. അവിടെ വരുന്ന നിബന്ധന എന്താണെന്നാൽ ഇത്തരത്തിൽ RTI കൊടുക്കേണ്ടത് ഒരു സഹകാരി ആയിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കുമ്പോൾ അതിനും പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള സഹകാരികളുടെ വ്യക്തിഗത അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല. മറിച്ച് പൊതുവായുള്ള ചോദ്യങ്ങൾക്ക് മാത്രം, ഒരു സഹകരണ ബാങ്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പൊതുവായുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക് യു.